TVA വേഴ്സസ് TPA എന്ത് നിങ്ങൾക്ക് പറയാം. സോ നമുക്ക് നോക്കാം ആര് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടറിയാം. സോ ലെറ്റ്സ് സീ ആര് ജയിക്കുമെന്ന്. OTW മറ്റേ ജെൻസി ചെറുക്കനെ ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. TPA സൈഡിൽ നിന്ന് ആദ്യം എന്റെ അടുത്തൊക്കെ ഫ്രീ ആണോ ബ്രോ? ഫ്രീ ആണോ ബ്രോ? സമയം നോക്കിട്ട് ഞാൻ ഒരു വണ്ടി ഇവിടെ കുത്തി നിൽക്കുന്നുണ്ട്. ഇറങ്ങി അടിക്കാനുള്ള പ്ലാനാണോ? ഗണ്ണില്ല, എന്തിനാ ഹോസ്റ്റ് എടുക്കാൻ പോയ? ഹോസ്റ്റ് എടുത്തതിന് ശേഷമാണല്ലോ ഗണ്ണില്ലാണ്ടായത്. കാർ കളിച്ച് ഇറങ്ങി ഫയർ ചെയ്യുന്നു. ഏബൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ TPയുടെ ഭാഗത്ത് ഇറങ്ങിന്നുള്ളൊരു ഓരോരുത്തരായിട്ട് വെടിയിക്കട്ട്. ഒരുത്ത വെടിക്കുന്നു, മറ്റൊരു കണ്ണെടുക്കുന്നു, മറ്റോ വന്ന് വെടിക്കട്ട്. ഓരോ ഊഴം വെച്ചവർ വെടിയിക്കട്ടെ. കുഴപ്പമില്ല, 3 കണ്ണുണ്ടോ മാർക്ക്? അവര് മാറി മാറി വെടിച്ചോളൂ. അത്യാവശ്യം നീല്, മന്ദാരം, അലക്സ്, ബാലൻ, ആഷ്, മോബി ഇവിടെ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. മോബിയുടെ ഭാഗത്തുനിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങുന്നുണ്ട്. സാവേജ്, കോച്ച് പ്ലേയേഴ്സ് എല്ലാം തിരിച്ച് വീട്ടിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണോ? റിജോ ബ്രോ താങ്ക് യു സോ മച്ച് ട്ടാ റിജോ ബ്രോ. ഇവനൊന്ന് ഇറക്കി വിടും. ഇവിടുന്ന് ഇറക്കി വിടും. അങ്ങനെ അത് തന്നെ പറഞ്ഞാ കേൾക്കണ പിള്ളേരെ എനിക്ക് ഇഷ്ടം. അങ്ങനെ പവറായിട്ട് വാ. ഞാൻ പുഷ് ചെയ്തല്ലേ മോബി തിരിച്ച് വീട്ടിലേക്ക് കയറുന്നു. വീണ്ടും തളർന്നാകാൻ. മോബി സ്റ്റിൽ വീണ്ടും ഞാൻ വരുന്നു. പെട്ടെന്ന് കമ്മിട്ട് പറഞ്ഞു. അങ്ങനെ തന്നെ അവിടെ ഒരു ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ടയർ ഡാമേജ് വീണ്ടും എനർജി പറഞ്ഞു. വീണ്ടും വരുവാ. പിന്നെ അല്ലേ സെറ്റാക്കിയില്ലേ? ഒറ്റയ്ക്ക് വന്ന് കുത്താൻ പൊട്ടാസ് ബിനു എന്താ പൊക്കി വിടുന്നത്? അവന്മാര് മണ്ടന്മാരെ വീഡിയോ ഇട്ടില്ല. അതല്ല അവന്മാരുടെ ടീമല്ലേ ലാസ്റ്റ് വന്നിരിച്ചാ വണ്ടിയില് കുത്താൻ പോയപ്പോ. നോക്കി ഒന്ന് ബാക്ക് അടിച്ചു നോക്കി. ബാക്കിൽ നിന്ന് വണ്ടി ഒന്ന് കുത്തിയത്. കൊന്നവനെ ആദ്യം കില്ല് കിട്ടിയില്ല. ഒരു വണ്ടി ക്രോസ് ചെയ്ത് പോയില്ല. ഞാൻ പറഞ്ഞില്ല ടീം തന്നെ അടിക്കുന്നത്. അതുകൊണ്ടായിരിക്കും മിക്കവാറും വിളിക്കാത്ത വീഡിയോ. തോമക്കല്ലേ വിളിക്കണ്ടല്ലേ? അങ്ങനല്ല, ഇവന്മാരുടെ തന്നെ പുറകെ ഒരു വണ്ടി വന്നില്ലേ? ഇത് എന്ത് വിട്ടേ? വീഡിയോ ഇട്ടേക്കുന്ന ആള്. എടാ എനിക്ക് വിഷം വരുന്ന പാവോള് ഇവർക്ക്. നമ്മള് PUBG കളിക്കാത്തതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യപ്പെട്ടതാ. എന്നൊക്കെ ഉറങ്ങിയിരുന്ന് കമന്റ് ദേഷ്യപ്പെട്ടത്. അപ്പോഴേക്കും
അത് നീ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത് പബ്ജി എന്ന് പറഞ്ഞത് നമ്മള് ഓരോ ദിവസം പോയിട്ട് കളിച്ചിട്ട് പിറ്റേന്ന് കളിക്കാണ്ടിരുന്ന അങ്ങനെയല്ല അതിനൊരു സ്കില്ല് ഇതുണ്ട് പ്രാക്ടീസ് ആളുകൾ കാണിക്കാൻ വേണ്ടി ഓക്കെ കളിക്കാം നല്ലോണം ഒരു ഗെയിമൊക്കെ കളിക്കുമ്പോ എനിക്ക് അതിൽ നല്ലപോലെ ഫ്രാഗ് ചെയ്യാൻ അതൊക്കെ പറ്റണം അപ്പൊ അതിന് നമ്മള് കുറച്ച് ടൈം കൊടുക്കും പക്ഷെ പബ്ജിക്ക് ടൈം ഒരു സിറ്റുവേഷനിലല്ല ഇപ്പൊ പിന്നെ ഫൈനൽസ് കളിക്കുന്നുണ്ട് പക്ഷേ ഫൈനൽസ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫൈനൽസ് അതാണ് വേറെ പ്രശ്നം ഫൈനൽസ് കൂടുതലും ഒരു മറ്റേ ആൾക്കാർ കാണാനല്ല കളിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ ഇഷ്ടം എന്നുവെച്ചാൽ ആ ഗെയിം അങ്ങനെയാണ് നമ്മൾ കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എൻജോയ്മെന്റും അഡ്രിനാലിൻ റഷും കാണുന്നവർക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല അതാണ് ഫൈനൽസിന്റെ സത്യം ഫൈനൽ സ്ട്രീം കാണാൻ അത്ര സുഖമില്ല അതാ ഞാൻ പറഞ്ഞത് ഗോക്ക് യൂട്യൂബൊക്കെ ഓർമ്മയുണ്ടോ എല്ലാം ഷോർട്സൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ചെയ്യണം അത് ഒരു പയ്യനെ ഇപ്പം ടുബോർഗിൻ്റെ ഒരു എഡിറ്റർ പയ്യനെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അവനെ വെച്ച് എന്ന് ഇതാക്കണം ഞാൻ എന്തായാലും നാട്ടിൽ വരുമ്പോൾ ഞാൻ എന്തായാലും യൂട്യൂബ് ആക്റ്റീവ് ആക്കും ഞാനിപ്പോ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഭയങ്കര കളിയാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഈഗിൾ ആ ഫുഡ് ആണെങ്കിൽ അവൻ കാരണമാണ് ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് തുടങ്ങിയത് പോടാ അത്രയൊന്നുമില്ല അവിടെ താഴെ പോണ താഴെ എന്നിട്ട് അവൻ ഒരു ക്ലാൻ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഇന്നേവരായി ഞാൻ ഇപ്പൊ നാട്ടാട്ട ക്ലാനിൽ കയറി കളിച്ചോണ്ടിരിക്കുക ഞാൻ പക്ഷെ ക്ലാനിൽ കളിച്ച് ആ വാർ ഞാൻ ജയിച്ചു എന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള വാറായിരുന്നു ഞാൻ ഇന്ന് 2 വാർ ഞാൻ 3 സ്റ്റാർ അടിച്ചു ക്ലാൻ ഉണ്ടാക്കണം എടാ ഈഗിള് അവൻ ടി വി ആയിട്ട് ക്ലാൻ ഉണ്ടാക്കുന്നു പറഞ്ഞതായിരുന്നു പക്ഷെ അവൻ ഉണ്ടാക്കിയില്ല ഈ പയ്യന്റെ പേര് ഞാൻ എവിടെയോ ഞാൻ കുറച്ചൊന്ന് ഇതാണ് മറ്റേ നമ്മളെന്താ ബൂസ്റ്റ് ചെയ്ത് പെട്ടെന്ന് പുഷ് ചെയ്ത് വരുന്നതിന് എന്താ പറയുന്നത് പുഷിങ് പണ്ടൊരു പാക്കളൊക്കെ ഉണ്ടായിരുന്നൊക്കെ റഷ് ബേസ് കുറച്ച് റഷ് ബേസ് ആണ് എന്നുവെച്ചാൽ പക്ക റഷ് ബേസ് അല്ല കാണിച്ചത് ഇത് കഴിയുമ്പോ കാണിച്ചുതരാം ഒരു വിഷയ ഒരു ഗെയിം ഉണ്ടേ ഒരു വിഷയ ഗെയിം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഒരു വിഷയ ഗെയിം ഇതിന് ശേഷം ഈ ഒരു വാരമായിട്ട് ഒരു വിഷയ ഗെയിം ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത് തരാം വിഷയോട് കേട്ടോ വിഷയം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ ടോമിനെ അടുത്ത വീഡിയോ വീണ്ടും എന്താ വീണ്ടും ഹോൾഡോ എന്താണ് കാണിക്കുന്നത് റേഡിയില്ലാത്തതിന് ഹോൾഡ് വിളിച്ചാ റേഡിയോ ഇല്ലെന്നാ വീട് പ്രാന്ത ഇപ്പൊ വീടൊക്കെ ഉണ്ടാക്കി അവന്മാരെല്ലാം അവന്മാര് ജീവിതം നോക്കി അവന്മാര് പോയി മനസ്സിലായി ഇവരടുത്ത് മെസ്സേജ് സംസാരിക്കാൻ കൊണ്ട് വല്ലപ്പോഴൊക്കെ മനസ്സിലായില്ലേ ഇവരൊക്കെ ഗെയിമിംഗ് എല്ലാം വിട്ട് ഗെയിമിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞ സാധനമേ വിട്ട് മനസ്സിലായില്ലേ കണ്ണച്ചേട്ടന്റെ കിക്ക് സെറ്റായോ ആറ്റണം അങ്ങേരെ കിക്ക് ഒരു തൊഴി കൊടുക്കണം അങ്ങേരെ എന്റെ ആവശ്യമാണോ ഞാൻ ചാറ്റി പോയി പറഞ്ഞു കിക്ക് സെറ്റ് ആക്കി തരാം എന്നിട്ട് എനിക്കൊരു മെസ്സേജ് ഇല്ല എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടേ എന്ന് കിക്ക് വേണ്ടേ അപ്പൊ പറയാണ് അതൊന്നും നിന്നെ പിന്നെ കടില്ലല്ലോ ഇങ്ങോട്ട് മെസ്സേജ് അല്ലേ തൊളിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കല്ലേ കിക്ക് വേണ്ടേ അതൊന്നും നീ പറഞ്ഞിട്ട് പോഴ നിന്നെ കണ്ടില്ലല്ലോ ഓ നിന്നെ കണ്ടു എന്നോടൊരു സ്നേഹമില്ല ഓ ഞാൻ പെണ്ണട്ടെ ഇല്ലേ സ്നേഹിക്കാൻ ഒന്നും കേൾക്കണില്ലേ സൂപ്പർ അല്ലടാ ഈ എടാ അവന് എനിക്ക് അറിയത്തില്ല ശരിയാണ് ചെറുക്കനാണെങ്കിൽ ആ ഉറക്കം എണീച്ചപ്പം വാർന്ന് കേട്ട് അടിയിൽ നിക്കറ പോലും കാണത്തില്ല നേരെ ലൈവ് ഇട്ട് വന്ന്
ഇതോ അവിടെ വാറ എടുക്കുന്നു, അവിടെ അടിയിൽ കിടക്കുന്നു. ഇതാ ചെറുക്ക ഇവിടെ ഇരിക്കണ്. ക്വിറ്റടിച്ച് പോണം, അവൻ നിർത്തി പോണം. ഞാനില്ല, എനിക്ക് മതിയേ. കാക്കുവിന്റെ കണ്ണു നോക്ക് കുഴി. ഇത് വാറാണോ പ്രീ വാറാണോ? പ്രീ വാറൊക്കെ കഴിഞ്ഞ് ഒരു 2 സെക്കൻഡിൽ മാറി. 2 സെക്കൻഡിൽ തീർന്നു. ഇത് വാറാണ്. വാറ് അടിവിടും. ആ കോച്ചിനെ അടിക്കുന്ന ഇതിപ്പോ നമ്മളിപ്പോ ഇത് നോക്കിയോ, ഇത് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവന്മാര് തമ്മിൽ അങ്ങോട്ട് പോകും, ഇവന്മാര് വെടിയിക്കും. എന്നിട്ട് എവിടെയെങ്കിലും ഒരു സമയത്ത് വീഡിയോ നടക്കും, ഹോൾഡ് ആവും. അങ്ങനെ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം ഇവന്മാര് ചതി കേട്ട് ഇവന്മാര് ഒരു സ്ഥലത്ത് കുത്തിയിട്ട് അങ്ങ് വെടിവെക്കാൻ തുടങ്ങും. ഒരു 2 സെക്കൻഡിൽ കളിത്തീരും ഫൈറ്റ് 2 സെക്കൻഡും. ബാക്കിയുള്ള ഹോൾഡും കാര്യങ്ങളൊക്കെ അരമണിക്കൂർ 1 മണിക്കൂർ നിൽക്കും. മനസ്സിലായി? ഇതാണ് നടക്കാൻ പോണത്. ബ്രോ താങ്ക്സ് ഫോർ ദ കേക്ക്, താങ്ക്സ് സോ മച്ച്. സാലി ഒരു നല്ല എന്റർടൈൻ ആയിരുന്നു. വിൽ മിസ് ഹിസ് RP. സത്യം. അവനൊക്കെ പിന്നെ കരിയർ ഒരു ചേഞ്ച് കൊണ്ടുവന്നില്ല. അവർക്ക് വേറൊരു രീതിയിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവന്മാരങ്ങനെ പോയി. വരണം അടിപൊളി RP കൊണ്ടുപോകാം. അതൊക്കെ കാണുമ്പോഴാണ് ജീവിതത്തിൽ ഒരു ഓളവും രസവും ഉള്ളതാണ്. എടാ ഇന്ന് ഞാൻ ലൈവ് വന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വന്ന് നമുക്ക് ചെയ്തിട്ട് അങ്ങ് പോകാം. അപ്പോഴേക്ക് വാറായി. മനസ്സിലായില്ലേ? ഇതാണ് ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ എങ്ങനെ ആവും? RP ഇറക്കും. ഞാൻ കണ്ണൻ ചേട്ടന്റെ മോഡ. ഓ നിനക്ക് അതിനെക്കാട്ടിയും വലുത് ഒന്നും വരാനില്ല. ഞാൻ കിക്കിന്റെ കേസ് പറഞ്ഞു മടുക്കുന്ന സത്യം. ഇപ്പൊ യൂട്യൂബിലൊന്നും ആരും ഓഡിയൻസ് ഒന്നും ഇല്ല, എല്ലാരും കിക്കിലാണ്. അപ്പൊ അങ്ങേരെ അവിടെ യൂട്യൂബിൽ ഒറ്റയ്ക്കിരുന്ന് എന്തൊരു കാണിക്കുന്ന എനിക്കറിയില്ല. സരക്കണ വരെ എവിടെ നടാ അവൻ കുറച്ച് കാര്യങ്ങളായിട്ട് ഇതായിട്ട് ഉടനെ വരും. ബ്രോ മൈൻഡ് ഇല്ല എന്നെ. കക്കാശി നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് നീ ഒന്നും മൈൻഡ് ഇല്ല ചെയ്തില്ലല്ലോ. എന്നിട്ട് ഞാൻ മൈൻഡ് ഇല്ലെന്നാ. നിങ്ങൾക്ക് അന്നോട്ട് ഉള്ളതാണല്ലേ പഴയ RP-കാരൊക്കെ പോലത്തെ. കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് പഴയ ബോബിന്റെ നാളെ രാവിലെ മഴയാണെങ്കിൽ മൂഞ്ചിടാ. അതിനി വരുമെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഞാൻ ഇതാക്കുന്നതല്ല, എല്ലാവർക്കും ഇപ്പം ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആവണം എന്നുള്ളൊരു ഇത്. കാരണം എപ്പോഴും കൂടുതൽ നമുക്കിട്ടായിരിക്കും പണി വരുന്നത്. കാരണം നമുക്കിട്ട് പണി വരുമ്പോഴാണ് അവർക്ക് കൂടുതലും ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ പറ്റുന്നത്. നമ്മളാണ് കിടിലം എന്ന് എത്തിക്കാൻ പറ്റുന്നത് മെയിൻലി നമ്മളെ ഇതാക്കുമ്പോഴാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം നമുക്ക് ആ ഒരു ഇതിപ്പോ ഈഗിളിനാണെങ്കിലും 20,000 റേഞ്ച് അത് നീലകണ്ഠന്റെ ഐഡിയ ആണ്. നീലകണ്ഠൻ ഇനി നോക്കിയോ പറഞ്ഞു കൊടുക്കും, ഓരോരുത്തരടുത്തൂടെ നീന്തിട്ട് പറഞ്ഞു കൊടുക്കും. ഇവിടെ ആരും അടി തുടങ്ങി. എല്ലാരും ഇവിടെ കുത്തിയിട്ടുണ്ട്. അറിഞ്ഞിട്ടോ നീലിന് വേണ്ടി പോയത്. കിലോജപ്പാനോട് ഒരു പിക്ക് എടുക്കുന്നു, മോബിയോട് ഒരു പിക്ക്, രണ്ടാമത്തെ എടുത്തിട്ടുണ്ട്. ബ്രോ എന്റെ അമ്മ കഴിഞ്ഞു. കളിച്ചു വിട്ടിട്ടെ കഴിഞ്ഞു. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. 10 സെക്കൻഡ് തീർന്നു. ഇത് പ്രീ വാറല്ലേ? സൂപ്പർ. കഴിഞ്ഞില്ലേ? ഒരു ഉറക്കം കഴിഞ്ഞിട്ടോ കണ്ടില്ല. ആ മാർക്കറ്റ് ഇറങ്ങി. ഇവിടെ ഇറങ്ങി, ഇതിനകത്ത് ഇറങ്ങി, ഇവിടെ ഇറങ്ങി. ആ മാർക്കറ്റ് ഇറങ്ങി. എടാ പട്ടി. ഓ ഞാനൊക്കെ വെള്ളത്തിൽ പോയേ കേട്ടാ.
ഇതാ പോണ്. നീ മാർക്കേ ഓ നേരെ. എന്നെ ഇടിച്ച് തോലച്ച് അവൻ നമ്മളുടെ ഒരാളായിട്ട് നടിക്കുന്നു. എന്റെ പി എടുത്ത് നോക്ക് വിഷമം വരും. എന്താ ആ നീ അവിടെ കുത്തി അതേപോലെ വിഷമം വരും. 10 പേരെ വണ്ടിയാ 10 പേര്. വിഷമം വരും, കരച്ചിലൊക്കെ വരും കണ്ണീന്ന്. ഏവലിലെ 10 നീ പേര് കിക്കിലില്ലേ? കളിച്ചത്. നീ കിക്കിലില്ലേടാ? ആ വാച്ചനെ ഫോളോ ചെയ്തിട്ടില്ലല്ലേ വാച്ചൻ? കിക്കിന്റെ പേരെന്താ?